ശത്രുവംശങ്ങളുടെ നേർക്ക് അങ്ങേയറ്റം ക്രൂരത കാണിക്കണമെന്ന് കംസന് നിർബന്ധമായിരുന്നു. അസഹ്യമായ വേദനയിൽ അവർ പിടയണം. അപ്പോൾ മാത്രമേ ഭഗവാനെ ഏറ്റവും തീവ്രമായി വിളിച്ച് അവർ പ്രാർത്ഥിക്കുകയുള്ളൂ. ഭക്ത സംരക്ഷണാർത്ഥം ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കാൻ പിന്നെ വൈകുകയില്ല. ഭഗവാൻ അവതരിച്ച് തന്നെ വധിക്കും. അതോടുകൂടി തനിക്ക് മുക്തിയും ലഭിക്കും. ഇങ്ങനൊരു വിചാരം കംസന്റെ മനസ്സിലൂടെ കടന്നുപോയി. ദേവകി പ്രസവിച്ച 6 മക്കളെയും ഒന്നൊന്നായി കംസൻ കൊന്നു. 7ാമതും ദേവകി ഗർഭം ധരിച്ചു. അത് അനന്തന്റെ അംശമായിരുന്നു. ഗർഭത്തിലുള്ളത് അംശാവതാരമാകയാൽ ദേവകിക്ക് ആനന്ദം അനുഭവപ്പെട്ടു. എന്നാൽ കംസൻ കൊല ചെയ്യുമല്ലോ എന്നോർത്തപ്പോൾ സങ്കടവും അനുഭവപ്പെട്ടു. ദുഃഖവും സന്തോഷവും അനുഭവിച്ചു എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. പാലാഴിയിൽ സർവശ്രേഷ്ഠനായ അനന്തനിൽ യോഗനിദ്ര പൂണ്ട് വാണരുളിയ ഭഗവാൻ തന്റെ ഭക്തരിൽ മുഖ്യരായിരിക്കുന്ന യാദവന്മാർക്കും മറ്റും കംസനിൽ നിന്നുണ്ടായ ഉപദ്രവത്തെ പറ്റി അറിഞ്ഞു. ഭഗവാൻ തന്റെ ശക്തി സ്വരൂപിണിയായ യോഗമായയോട് പറഞ്ഞു, ദേവി, നമുക്ക് ഒരു കർത്തവ്യം അനുഷ്ഠിക്കാനുണ്ട്. ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മം സംരക്ഷിക്കുന്നതിന് നാം മനുഷ്യവർഗത്തിൽ ജനിക്കണം. നീ ഇപ്പോൾ തന്നെ ഗോകുലത്തിലേക്ക് പോകണം. അവിടെ നന്ദഗോപന്റെ സ്ഥലത്ത് വസുദേവന്റെ ഭാര്യയായ രോഹിണിയുണ്ട്. ഇപ്പോൾ ദേവകിയുടെ ഗർഭത്തിലുള്ളത് എന്റെ അംശമായ ആദിശേഷനാണ്. ദേവകി ഗർഭത്തിൽ നിന്നും അതിനെ പുറത്തെടുത്ത് രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിക്കുക. അപ്പോൾ ഞാൻ എന്റെ ഭക്തയും അത്യുത്തമയായ ദേവകിയിൽ ഉത്ഭവിക്കുന്നതാണ്. നന്ദന്റെ ഭാര്യയായ യശോദ എന്ന സുന്ദരിയിൽ നീയും അവതരിക്കുക. എന്റെ അവതാരം പൂർത്തിയാകണമെങ്കിൽ നീ കൂടി ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെ യശോദയിൽ അവതരിക്കുകയാണെങ്കിൽ അനേകം കാര്യങ്ങൾ ഏകകാലത്ത് സാധിക്കാവുന്നതാണ്. മനുഷ്യർ ആഗ്രഹമുള്ളവരാണ്. മനുഷ്യരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനുള്ള ശക്തി നിനക്കുണ്ട്. അതിനാൽ അവർ നിന്നെ സേവിക്കുന്നതിന് വേണ്ടി അവർ അംബിക, നാരായണി, ചണ്ഡിക, ദുർഗ, ഭദ്രകാളി, വിദ്യ, കൃഷ്ണ, മാധവി, വൈഷ്ണവി, വിജയ, ഈശാനി, ഗൗരി എന്നിങ്ങനെ അനേക നാമങ്ങൾ കൊണ്ട് അവർ നിന്നെ പൂജിക്കും. അവർക്ക് ആപത്തൊന്നും വരുത്താതെ നീ എപ്പോഴും കാത്തുകൊള്ളണം. ദേവകിയുടെ ഗർഭത്തിൽ നീ ആകർഷിച്ച് രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചുണ്ടാകുന്ന ബാലന് സംഘർഷണൻ എന്നായിരിക്കും നാമം. സൗന്ദര്യാദി ഗുണങ്ങൾ മൂലം ഏവരെയും രമിപ്പിക്കുന്നതിനാൽ അവന് രാമൻ എന്നും, ബലിഷ്ഠനാകയാൽ ബലഭദ്രൻ എന്നും കൂടി നാമധേയങ്ങൾ ഉണ്ടാകും. പിന്നീട് പല പല കർമ്മങ്ങളെ ആധാരമാക്കി നമുക്ക് ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരോ നാമങ്ങൾ ഉണ്ടാകുന്നു. നിയോഗമനുസരിച്ച് നീ പോകുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ നാരായണൻ